ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം കൂടുതൽ രൂക്ഷമായി മാറിയ സാഹചര്യത്തിൽ IPLലെ ശേഷിച്ച മത്സരങ്ങൾ മാറ്റിവെക്കുകയോ ഇല്ലയോ എന്നും ടൂർണമെന്റ് ഉപേക്ഷിക്കപ്പെടുകയോ ഇല്ലയോ എന്നും ചോദ്യമായി നിൽക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള BCCIയുടെ അന്തിമ പ്രഖ്യാപനം ഇന്ന് ഉണ്ടായേക്കുമെന്നാണ്. അതായത് ഇന്ന് വെള്ളിയാഴ്ച തന്നെ ഇതിന്റെ യോഗം കൂടുകയും ഇതിന്റെ ചർച്ചകൾ നടത്തുകയും ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയിക്കാനും സാധിക്കും. ചിലപ്പോൾ അങ്ങോട്ടുള്ള പ്രഖ്യാപനമെല്ലാം തന്നെ വളരെയധികം നിർണായകമായി മാറുമെന്നും പറയുന്നുണ്ട്. ടൂർണമെന്റിൽ കളിക്കാനെത്തിയ താരങ്ങളെയും സപ്പോർട്ട് സ്റ്റാഫുകളെയും ഒക്കെ ബ്രോഡ്കാസ്റ്റ് സംഘത്തെയും ഒഴിപ്പിക്കുന്നതിനായി BCCI പ്രത്യേക ട്രെയിൻ ക്രമീകരിക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ നടന്ന മത്സരം പാതിവഴിയിൽ ഉപേക്ഷിച്ചിരുന്നു. പഞ്ചാബ് ടീമിന്റെ ഇന്നിംഗ്സ് പാതിവഴിയിൽ നിൽക്കവേ ഫ്ലഡ് ലൈറ്റ് തകരാൻ കാരണം കളി തടസ്സപ്പെടുകയായിരുന്നു. പിന്നാലെയായിരുന്നു രണ്ട് ടീമിലെയും കളിക്കാർ ഗ്രൗണ്ട് വിടുകയുമായിരുന്നു. അധികം വൈകാതെ തന്നെ കാണികളോടും സ്റ്റേഡിയം ഒഴിയാൻ അധികൃതർ ആവശ്യപ്പെടുകയും ചെയ്തു. സുരക്ഷാ പ്രശ്നം കാരണമാണ് ഈ നീക്കമെന്നാണ് പുറത്തുവരുന്ന വിവരം. പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരം ഉപേക്ഷിക്കപ്പെട്ടതിന് പിന്നാലെ ഇത് ടൂർണമെന്റിന്റെയും ഭാവിയെക്കുറിച്ചും ആലോചിക്കാൻ IPL ഭരണസമിതി അടിയന്തര യോഗം ചേർന്നുവെന്നാണ് വിവരം. ഇന്ന് മാത്രമേ ഇതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാധ്യമപ്രവർത്തകനായ സാഹിൽ മൽഹോത്രയാണ് ഇതേക്കുറിച്ച് എക്സിൽ പങ്കുവച്ചിട്ടുള്ളത്. IPL ഭരണസമിതിയുടെ യോഗം നടക്കുകയാണ്. ടൂർണമെന്റിന്റെ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനം ഇതിലുണ്ടായേക്കും.